വന്യജീവി ഭീതി ഒഴിയാതെ പാലക്കാടും PT7 ശേഷം പാലക്കാട് ധോണിയെ വിറപ്പിച്ച പുലിയും. മൂലപ്പാടം സ്വദേശി ഷംസുദ്ദീന്റെ വീട്ടിലെ പശുവിനെ പുലി ആക്രമിച്ചു കൊലപ്പെടുത്തി. നേരത്തെ ഷംസുദ്ദീന്റെ വീട്ടിലെ വളർത്തുനായയെയും പുലി ആക്രമിച്ചിരുന്നു. വനംവകുപ്പ് ഇടപെടൽ കാര്യക്ഷമമല്ലാത്തതാണ് വന്യമൃഗശല്യം വർദ്ധിക്കാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. അതിനിടെ അട്ടപ്പാടി വട്ടുലക്കിയൂരിൽ വീണ്ടും കാട്ടാനയെത്തിയതോടെ ആശങ്കയിലായിരിക്കുകയാണ് പ്രദേശവാസികൾ. പശുവിന്റെ കരച്ചിൽ കേട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് തോട്ടിൻകരയിൽ വെച്ച പുലി പശുവിനെ ഭക്ഷിക്കുന്നത് ഷംസുദ്ദീൻ കണ്ടത്. ഓടിയെത്തിയപ്പോഴേക്കും പുലി ഓടിമറഞ്ഞു. 1.5 മാസം മുൻപ് ഷംസുദ്ദീന്റെ വീട്ടിലെ വളർത്തുനായയെയും പുലി ആക്രമിച്ചിരുന്നു. അന്ന് പുലിയെ കണ്ടിടത്തു നിന്ന് 1 കിലോമീറ്റർ മാറി വനംവകുപ്പ് കൂടി സ്ഥാപിച്ചത് വിവാദമായിരുന്നു. വനംവകുപ്പ് കൃത്യമായി ഇടപെട്ടിരുന്നെങ്കിൽ പുലി വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങില്ലായിരുന്നുവെന്നാണ് ഷംസുദ്ദീൻ പറയുന്നത്. 2 മാസം മുൻപ് ഇതേമാതിരി ഇവിടെ വന്ന് നമ്മുടെ നായിനെ പിടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അന്നും പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇവർ വേണ്ട നടപടികൾ കൈക്കൊണ്ടില്ല. അന്നൊരു വലിയൊരു അനാസ്ഥ കാണിച്ചു. ആ കൂട് ഇവിടെ കൊണ്ട് വെച്ചില്ല. കൂട് ഇവിടെ കൊണ്ട് വെച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സംഭവിക്കില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നായായി, ഇപ്രാവശ്യം പശുവായി, ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ഇനിയിപ്പോൾ മനുഷ്യനായിട്ടായിരിക്കോ അറിയില്ല, പറയാൻ പറ്റില്ല. വന്യമൃഗശല്യം ചെറുക്കാൻ വനംവകുപ്പ് ഇടപെടലുകൾ ഉടൻ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് ധോണിക്കാരുടെ തീരുമാനം. സംഭവം നടന്നത് ഇവിടെയാണെങ്കിൽ ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്താണ് ഒരു കൂട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ യാതൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. അന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കൂട് ഇവിടെ വെക്കുന്നതുകൊണ്ട് ഒരു നന്നായിരിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും ബുദ്ധിപ്പെട്ടില്ല. ഇതിന് കാട്ടിലെ മൃഗങ്ങൾ കാട്ടിൽ തന്നെ നിൽക്കട്ടെ, ജനങ്ങൾ ജീവിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതേസമയം അട്ടപ്പാടിയിൽ ഭീതി പടർത്തി വീണ്ടും കാട്ടാനയെത്തി. വട്ടുലക്കി ഊരിലെത്തിയ കാട്ടാന ഏറെ നേരം ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ച ശേഷമാണ് കാടുകയറിയത്. റിപ്പോർട്ടർ, പാലക്കാട്.